ഇന്ന് നല്ല വലിയ നെയ്ച്ച് മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. മത്തി വെച്ചിട്ട് ഒരുപാട് റെസിപ്പി മലയാളികൾക്ക് മത്തിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ ഒരു സ്റ്റാപ്പിൾ ഫുഡ് നമ്മൾ ബാക്കിയുള്ള ചിലപ്പോൾ യൂറോപ്പിലൊക്കെ പോയി ചിലർ പൊട്ടറ്റോ ആണ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ മീൻ എന്ന് പറഞ്ഞാൽ മത്തിയിലാണ് തുടക്കം കൊടുക്കാം. പാട്ടുകളിൽ മെൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മത്തി വെച്ചിട്ടൊരു മസാല മത്തിയാണ്. അപ്പോൾ ഒരു ഗ്രില്ല് ചെയ്തിട്ട് ഒരു മസാല ഉണ്ടാക്കി അതിനകത്ത് ചെയ്ത് ചേർന്ന ഒരു ഈസി റെസിപ്പിയാണ്. കുറച്ചിപ്പോഴും മത്തി കറിയൊക്കെ ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമായിട്ടാണ്. അപ്പോൾ ഞാൻ മത്തി ഇന്ന് സ്പെഷ്യലായിട്ട് സംഗീതമൊക്കെ ഉണ്ടാക്കും. ആദ്യം തന്നെ എണ്ണ ചൂടായി ലേശ ഉലുവ ഇട്ടു. അതിനോടൊപ്പം തന്നെ ചോപ്പ് ചെയ്ത ഗാർലിക്. ആദ്യമേ പറഞ്ഞോട്ടെ, ഒക്കേഷണൽ നോൺ വെജ് എനിക്കറിയാം. വെജിറ്റേറിയൻ കുക്ക് ചെയ്യാറുണ്ട്. ഭയങ്കര വലിയ കുക്കൊന്നല്ല, എന്നാലും ഓംലെറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വീട്ടില് എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് കഴിക്കുക ഭക്ഷണം? പുള്ളിക്ക് പൊതുവേ ഞങ്ങൾ ലളിതമായ ഫുഡ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നവരാ. അങ്ങനെ ഭയങ്കര ഇതൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള എന്താണ് വീട്ടിൽ സാധാരണ നിങ്ങൾ ഉണ്ടായി കഴിക്കൽ? അപ്പൊ മെയിൻലി പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡുകളാണ്. മെയിൻലി ഹെൽത്ത് ഒക്കെ നോക്കിയിട്ടേ ഷുഗർ പാടെ ഒഴിവാക്കിയിട്ട്. ആണോ? രണ്ടുപേരും? മോന് മാത്രം കാപ്പി ചായ, അതില് പഞ്ചസാര ഇടും. അല്ലാതെ ഞങ്ങള് ടോട്ടലി ഷുഗർ ഫ്രീ ഫാമിലി. അത് എത്ര നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്? ഒരു 3 വർഷമായി. 3 വർഷമായിട്ട് കംപ്ലീറ്റ്ലി ഷുഗർ അവോയ്ഡ് ചെയ്യും. അതെ. അതിന് എന്ത് മാറ്റമാണ്? ആ ഒരു 3 വർഷത്തിന് മുമ്പ് ഷുഗർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഡയബറ്റിക്സ് വരുമ്പോൾ ആളുകൾ പെട്ടെന്ന് പഞ്ചസാരയും കുറയ്ക്കും, ചായയിലും മധുരമൊന്നുമല്ല. പക്ഷെ അല്ലാതുള്ള ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണം എല്ലാം കഴിക്കുകയും ചെയ്യും. ഇപ്പൊ അരിക്കകത്തായാലും ഉരുളക്കിഴങ്ങിലായാലും പഴവർഗ്ഗം മാക്സിമം ഒഴിവാക്കാറുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ തവിടുള്ള അരിയാണ് മാക്സിമം. ഞാൻ വരെ പോലത്തെ അരിയാണ് ഉപയോഗിക്കുക. അങ്ങനെ മാക്സിമം നമ്മൾ ഷുഗർ ഹെൽത്ത് വൈസ് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമുക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും ഈ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കും, എല്ലാവരും പറയാറുണ്ട്. ചെയ്തവരെല്ലാവരും പറയുന്ന ആ ഒരു ഫീൽ, അത് ഒരിക്കലും നമുക്കൊന്നും ഒരിടത്ത് ഇങ്ങനെ എഴുതി തരാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്ത് മാറ്റമാണ്. പക്ഷെ അത് അവർ സ്വയം ഫീൽ ചെയ്യാണ് അല്ലേ? കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണല്ലോ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ മീനിൻ്റെ ഒരു മറിനേഷൻ ആദ്യം ചെയ്യുകയാണ്. ഈ പറഞ്ഞ മസാലയാണല്ലോ മത്തിക്ക്. ആദ്യം തന്നെ കുറച്ച് എണ്ണയ്ക്കകത്ത് ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി, ഇത് എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചാലിച്ച് ഈ ഫിഷിനെ ഒന്ന് മറിനേറ്റ് ചെയ്ത് വെക്കുന്നു. ആ ഒരു സമയത്താണ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉലുവ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് സവാളയും കറിവേപ്പിലയും ഇട്ട് വയറ്റിക്കൊണ്ടിരിക്കുന്ന മസാല മുക്കണം. അതെ. നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ 2 പാട്ട് പാടിക്കണ്ടായിരുന്നു. ഞാൻ വെറുതെ വർത്താനം പറഞ്ഞ അത് ആദ്യം ഒരു പാട്ടങ്ങ് പാടിയേ. ആദ്യത്തെ പാട്ടൊന്ന് കേൾക്കട്ടെ. ചെമ്പാവ് പൊന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ, തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ, മുളകരച്ചൊരുക്കിയ പരമീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ, തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ, തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ. അടിപൊളി. മസാല എങ്ങനെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഫിഷിനെയാണ് കൂടെ ഗ്രില്ല് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഏകദേശം 60ഓളം സിനിമയിൽ ഇല്ലേ? 60ഓളം സിനിമയാണോ 60ഓളം പാട്ടുകളാണോ? 60ഓളം സിനിമയിൽ 60ഓളം പാട്ട്. അങ്ങനെയാണ്. സംഗീതയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സംഗീത പാടിയ പാട്ട് ഏതാണ്? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പാട്ടും എനിക്ക് പ്രിയങ്കരായിട്ടുള്ള പാട്ടും രണ്ടും കൂടിയുള്ളൊരു പാട്ടുണ്ട്, അരികിൽ പതിയെ എന്നുള്ള പാട്ട്. അതൊന്ന്
നേരിൽ നീ വരവായാൽ എന്നിൽ പൂക്കാലം. നീയും ഞാനുമെന്നും മറുതീരങ്ങൾ തേടി ഒന്നായി ചേർന്നു പാറും തേൻകിളികൾ. നിന്നെ ഞാൻ ഏകയായി തേടുമീ സന്ധ്യയിൽ നിന്നിലേക്കെത്തുവാൻ മോഹമോടെ അരികിൽ പതിയിട നെഞ്ചിൽ. യെസ്, ദേ നമ്മുടെ ആ ഒരു ഞാനത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ ഇത് തന്നെ പാടുമെന്ന് എനിക്ക് മത്തി കറക്റ്റായിട്ട് ദേ ഓൾറെഡി ഗ്രില്ലായി. ഇത്രയും മതി. ജസ്റ്റ് ഇതിനെ ഇതൊരു കണ്ട ആ ഒരു ഓവർ കുക്ക് ആവാണ്ട് ഫിഷ്. നിങ്ങൾ പിന്നെ ഫിഷിന്റെ അത്ര പ്രിയ ഒരാളല്ല. ഇതാണ് ഇതിന്റെ കുക്കിംഗ് സീക്രട്സ് ഒന്നും എനിക്ക് അതുകൊണ്ട് അറിയില്ല അല്ലേ. ഇനി ഈ ഒരു മസാല ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഒരു വാഴയിലേക്കകത്ത് ഒന്ന് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഫിഷ് പൊള്ളിച്ചതാവാം. ഇതിനകത്ത് ഗ്രേവി ആക്കി കഴിഞ്ഞാൽ ഗ്രേവി ഒരു മീൻ കറിയായിട്ട് മാറ്റിയെടുക്കാം. ഇതല്ലെങ്കിൽ ഒരു മസാല പരുവത്തിലായിട്ട് ഇങ്ങനെ ഒരു ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ, അല്ല കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷായിട്ട് മാറും. കഴിഞ്ഞു. വളരെ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഈ മസാലയും മീനുമായിട്ടൊന്ന് ചേർന്നിട്ട് സിമ്പിൾ 5 minutes. കുറേ സമയമല്ലേ. നമ്മുടെ ഫിഷ് ഇതിപ്പോൾ റെഡിയായി. നമുക്ക് ഫിഷ് ഒന്ന് പ്രധാനപ്പെട്ട ഭാഗം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്ന ജോലി മത്തി മസാല ഇട്ട് കഴിക്കാം. ഓക്കെ, വാവ്.